നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമുണ്ടായ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ സിപിഎം സംസ്ഥാന നേതൃത്വം ഇപ്പോൾ എത്തുകയാണ്. 75-നും 80-നും ഇടയിൽ സീറ്റുകൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് നിലവിൽ പാർട്ടി. കീഴ്ഘടകങ്ങളിൽ നിന്നും ലഭിച്ച ബൂത്ത് തല വിവരങ്ങളും അടിയൊഴുക്കുകളും സൂക്ഷ്മമായി വിലയിരുത്തിയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമമായ ഒരു വിലയിരുത്തലിൽ എത്തിയത്. ചില മന്ത്രിമാരുടെ തോൽവിക്ക് പുറമെ ചുരുക്കം ചില സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകുമെന്നും സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തുന്നുണ്ട്. 7 ജില്ലകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പാർട്ടി. മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. മലബാറിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ന്യൂനപക്ഷ വോട്ട് ഏകീകരിച്ചതാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ റിപ്പോർട്ട്. ഈ വോട്ടുകൾ UDFന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. UDF ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും കൂട്ടുകെട്ടിലാണെന്ന് CPM നേരത്തെ തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഭരണവിരുദ്ധ വികാരമില്ലെങ്കിലും പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം വേണ്ടത്ര ഗുണം ചെയ്തിട്ടില്ലെന്ന് ഭവന സന്ദർശനങ്ങൾക്കിടെ നേതാക്കളോട് പാർട്ടി അനുഭാവികൾ ചൂണ്ടിക്കാട്ടിയിരുന്നതായും CPM പറയുന്നുണ്ട്. അതുകൂടാതെ മുൻപെങ്കുമില്ലാത്ത വിധത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പാർട്ടിയിലുണ്ടായ പൊട്ടിത്തെറികളും പ്രശ്നങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. G. സുധാകരൻ, PK ശശി, ഐഷ പോറ്റി എന്നിങ്ങനെയുള്ള നേതാക്കൾ പാർട്ടി വിട്ടത് അതാത് ജില്ലകളിൽ അണികൾക്കിടയിൽ ആത്മവിശ്വാസം ചോർത്തിയതായും ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വിജയം സുനിശ്ചിതമാണെന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിലും ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ തവണ 20,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ LDF കൺവീനറുടെ പോരാട്ടം ഘടിപ്പിക്കാൻ ലീഗ് സ്ഥാനാർത്ഥികൾക്കായത് സംഘടനാ ദൗർലഭ്യമായി കാണണമെന്നാണ് ആ ഒരു അഭിപ്രായവും നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. അതേസമയം UDF BJP ഡീൽ ഉണ്ടായെന്ന CPMന്റെ ആരോപണം തോൽവിക്ക് മുമ്പുള്ള ഒരു മുൻകൂർ ജാമ്യം തേടലാണെന്ന് പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. വോട്ടെണ്ണൽ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ UDF BJP ഡീൽ ആരോപണം വീണ്ടും ഉയർത്തി LDF രംഗത്തെത്തിയത് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് തുല്യമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി തോമസ് പറഞ്ഞിരിക്കുകയാണ്. CPM BJP ഡീലാണ് സംസ്ഥാനത്തുടനീളം നടന്നത്. തോൽവി ഉറപ്പായപ്പോൾ ഡീൽ ആരോപിച്ച് രംഗത്ത് വരികയാണ്. ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത് LDF സ്ഥാനാർത്ഥിയാണെന്നും സണ്ണി തോമസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നാദാപുരത്തും വടകരയിലും UDF BJP ഡീൽ ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചത്. ഡീലിന് പിന്നിൽ ഷാഫി പറമ്പിലും പറക്കൽ അബ്ദുള്ളയുമാണ്. വോട്ടെണ്ണി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നും UDFന് വേണ്ടി വോട്ട് മറിച്ച BJP പ്രാദേശിക നേതാക്കളെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ആടി ഉലയാതെ നിൽക്കുന്ന ഇടതുകോട്ടയാണ് നാദാപുരം. നാദാപുരത്തെ സ്ഥാനാർത്ഥി നിർണയവും ചർച്ചാ വിഷയമാണ്. CPI രംഗത്തിറക്കിയിരിക്കുന്നത് മഹിളാ മുന്നണിയുടെ ദേശീയ നേതാവും മുൻ MLA സത്യൻ കോമക്കേരിയുടെ ഭാര്യയുമായ P. വസന്തത്തെയാണ്. ഒരു കുടുംബത്തിൽ തന്നെ സീറ്റ് നൽകിയതിനെ ചൊല്ലിയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നത്. RMPയിലെ സിറ്റിംഗ് MLA അതായത് KK രമയാണ് UDFന് വേണ്ടി രംഗത്തുള്ളത്. 2009-ൽ TP ചന്ദ്രശേഖർ മത്സരിച്ച ടെലിവിഷൻ ചിഹ്നത്തിലാണ് ഇത്തവണ രമ വോട്ട് തേടിയത്. TP ചന്ദ്രശേഖർ വെട്ടേറ്റ് കൊല്ലപ്പെട്ട മെയ് 4-നാണ് വോട്ട് എണ്ണുന്നത്. മണ്ഡലത്തിൽ സ്വാധീനമുള്ള ലീഗിലെ പ്രവർത്തകരും രമയ്ക്ക് വേണ്ടി സജീവമായി തന്നെ രംഗത്തുണ്ട്.